ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ പഠിച്ചപ്പോൾ പറഞ്ഞു ഈ ഡിസിപ്പേറ്റീവ് ഫോഴ്സ് ആണ്, ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഡിസിപ്പേറ്റീവ് ഫോഴ്സ് ആണ്. അതായത് ഓരോ ഓസിലേഷൻ കഴിയുന്തോറും അതിന്റെ എനർജി എന്താണ് എക്സ്പോണൻഷ്യലി ആയിട്ട് ഡിക്രീസ് ചെയ്ത് വരും. ദ എനർജി ഡിക്രീസസ് എക്സ്പോണൻഷ്യലി വിത്ത് ടൈം. അതിനർത്ഥം ഈ ഡിസിപ്പേറ്റീവ് ഫോഴ്സിനെ ഓവർകം ചെയ്യുന്നത് കൊണ്ടാണ് എനർജി ലോസ് സംഭവിക്കുന്നത്. അപ്പൊ ഈ ഡിസിപ്പേറ്റീവ് ഫോഴ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കും. അത്തരത്തിലുള്ള ഓസിലേറ്റർ ആണ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്നത്. എന്ത് തരത്തിലുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്? പീരിയോഡിക്കലുമായിട്ടുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് നേരത്തെ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ നമ്മൾ 3 ഫോഴ്സ് ആണ് പഠിച്ചത്. ഏതൊക്കെ ഫോഴ്സ് ആണ് പഠിച്ചത്? ഒന്ന് ഇനർഷ്യൽ ഫോഴ്സ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്, അതിനുണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ്, പിന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് അതായത് ഡാമിംഗ് ഫോഴ്സ്. അടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് പഠിക്കാനുണ്ട് എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ്. ഒരു ഫോഴ്സും കൂടെ ഈ ഇനർഷ്യൽ ഫോഴ്സ് അതായത് ഈ ഡിസിപ്പേറ്റീവ് ഫോഴ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഒരു ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ പേരാണ് പീരിയോഡിക് എക്സ്റ്റേണൽ ഫോഴ്സ്, എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ്. അപ്പോൾ ഇവിടെ 4 ഫോഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ഫോഴ്സ് നമുക്ക് ഇവിടെ എഴുതാം ഇനർഷ്യൽ ഫോഴ്സ്. ഇനർഷ്യൽ ഫോഴ്സ് inertial force F is equal to ma m into d square x by dt square, d square x by dt square. അടുത്ത രണ്ടാമത്തെ ഫോഴ്സ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് Fr is equal to എന്ത് മൈനസ് സി എക്സ്. അടുത്ത മൂന്നാമത്തെ ഫോഴ്സ് damping force Fd is equal to എങ്ങനെ വരും minus gamma into dx by dt. അടുത്ത ഫോഴ്സ് നമ്മൾ external periodic force. external periodic force Fp is equal to f0 sin dt. അതായത് നമ്മൾ പീരിയോഡിക് പരമായിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് കൊടുക്കുന്നത്. ഓസിലേഷൻ നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫോഴ്സ് കൊടുക്കുന്നത്. അതായത് ഈ ഫ്രിക്ഷൻ എല്ലാം നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. f0 എന്ന് പറഞ്ഞാൽ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ആണ്. f0 ആംപ്ലിറ്റ്യൂഡ് ആണ്. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് f0. p എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ 4 ഫോഴ്സ് വരുന്നുണ്ട്. ഇനർഷ്യൽ ഫോഴ്സ് വരുന്നുണ്ട്, റിസ്റ്റോറിംഗ് ഫോഴ്സ് വരുന്നുണ്ട്, ഡാമ്പിംഗ് ഫോഴ്സ് വരുന്നുണ്ട്, എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ് f0 sin pt. f0 എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ആണ്, p എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി. ഓക്കേ, നമുക്ക് ഇതിന്റെ എല്ലാം കൗണ്ടർ ബാലൻസ് ചെയ്യുന്നത് ഈ 3 ഫോഴ്സ് ആണ്. അപ്പോൾ നമുക്ക് m into d square x by dt square equal to minus gamma into dx by dt minus cs plus f0 sin pt. ഇതിനെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ d square x by dt square m into d square x by dt square plus gamma into dx by dt plus cx is equal to f0 sin pt. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അതേ സ്റ്റെപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ത്രൂ ഔട്ട് എമൗണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും d square x by dt square plus gamma by m into dx by dt plus c by m into x is equal to f0 by m into sin pt. ഇനി ഇതിന്റെ എല്ലാം കോൺസ്റ്റന്റ് നമ്മൾ ആഡ് ചെയ്യും. ഗാമ ബൈ നമുക്ക് അറിയാം. ഗാമ ബൈ m എന്ന് പറയുന്നത് 2k ആണ്. ഒമേഗ നോട്ട് സ്ക്വയർ എന്ന് പറയുന്നത് c by m ആണ്, നാച്ചുറൽ ഫ്രീക്വൻസി ആണ്. അതേപോലെ f0 by m എന്ന് പറയുന്നത് നമ്മൾ എടുത്ത് അസ്യൂം ചെയ്തത് സ്മോൾ ലെറ്റർ f0 ആണ്. അപ്പോൾ നമ്മൾ കൊടുത്ത 4 ഫോഴ്സ് ആണ് ഇനർഷ്യൽ ഫോഴ്സ്, റിസ്റ്റോറിംഗ് ഫോഴ്സ്, ഡാമ്പിംഗ് ഫോഴ്സ്. നമ്മൾ പുതുതായിട്ട് പഠിക്കുന്നത് എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ്.
അപ്പോൾ ഇതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ വരും? d square x by dt square plus 2k into dx by dt plus omega naught square x is equal to small letter f0 sin pt. This is the differential equation of forced harmonic oscillator. ഒരു ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് d square x by dt square plus 2k into dx by dt plus omega naught square x is equal to f0 sin pt എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ അകത്ത് നമുക്ക് രണ്ട് സൊല്യൂഷൻ നമുക്ക് കാണുന്നു വെച്ചാൽ നമ്മൾ ഓസിലേഷൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഒരു ബോഡി ഓസിലേഷൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഡിസ്റ്റർബൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതായത് അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ നോട്ട് സ്ക്വയർ വെച്ച് തന്നെ റൂട്ട് സി ബൈ എം വെച്ച് തന്നെ അത് ഓസിലേഷൻ ചെയ്യാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ എന്താണ്, ആംപ്ലിറ്റ്യൂഡ് ഡിഗ്രീസ് വരും. അപ്പോഴാണ് നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് f0 sin pt എന്ന് പറയുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഇത് കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ ഈ p എന്ന് പറയുന്ന ആംഗുലർ ഫ്രീക്വൻസി ഡിഫറെന്റ് ആംഗുലർ ഫ്രീക്വൻസിയാണ് വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഈ ഓസിലേറ്റർ എന്ത് ചെയ്യും, ഇതിന്റെ ഫ്രീക്വൻസിയിൽ ഓസിലേഷൻ ചെയ്യാൻ തുടങ്ങും. അപ്പൊ രണ്ടെണ്ണം വരുന്നുണ്ട്, ഒന്ന് ട്രാൻസിയന്റ് ഫംഗ്ഷൻ വരുന്നുണ്ട്, ട്രാൻസിയന്റ് സ്റ്റേറ്റ് വരുന്നുണ്ട്, അതേപോലെ സ്റ്റഡി സ്റ്റേറ്റ് വരുന്നുണ്ട്. ട്രാൻസിയന്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൊടുത്തില്ല, നാച്ചുറൽ ഫ്രീക്വൻസി ഉപയോഗിച്ച് അത് ഓസിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനെ ട്രാൻസിയന്റ് സ്റ്റേറ്റ് എന്ന് പറയും. f0 sin pt നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നു, അതിനെ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയും. മാത്തമാറ്റിക്കലി നമ്മൾ രണ്ട് സൊല്യൂഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. ഒന്ന് കോംപ്ലിമെന്ററി സൊല്യൂഷൻ ആയിട്ട് എടുക്കാം, രണ്ടാമത്തത് പർട്ടിക്കുലർ ഇന്റഗ്രൽ ഫംഗ്ഷൻസ് ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് പഠിക്കാം. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം കോംപ്ലിമെന്ററി ഫംഗ്ഷൻ, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. അപ്പോൾ കോംപ്ലിമെന്ററി ഫംഗ്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നാച്ചുറൽ ഫ്രീക്വൻസി വെച്ചിട്ടാണ് അത് ഓസിലേറ്റ് ചെയ്യുന്നത്, അല്ലേ? നാച്ചുറൽ ഫ്രീക്വൻസി വെച്ചിട്ടാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ d square x by dt square plus 2k into dx by dt plus omega naught square x is equal to 0. ഇത് നമ്മൾ ഓൾറെഡി ഇവിടെ പഠിച്ചിട്ടുണ്ട്, ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിന്റെ സൊല്യൂഷൻ നമുക്കറിയാം, s is equal to a0 e raised to minus kt into sin omega t plus 5 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് അസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല, ഇത് ഡാംപ്ഡ് ഫോഴ്സിന്റെ ഒരു കണ്ടീഷനാണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ വരുന്നത്. d square x by dt square plus 2k into dx by dt plus omega naught square x is equal to 0. അതിന്റെ സൊല്യൂഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, a0 e raised to minus kt sin into omega t plus 5. അത് ഏത് ഫ്രീക്വൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്? ഒമേഗ is equal to omega naught square minus k square. ഈ ഫ്രീക്വൻസിയിലായിരിക്കും അത് ഓസിലേഷൻ നടത്തുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ രണ്ടെന്ന് കൊടുക്കുക. ഇനി അടുത്ത രണ്ടാമത്തെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം, പർട്ടിക്കുലർ ഇന്റഗ്രൽ സൊല്യൂഷൻ. അടുത്ത ഇന്റഗ്രൽ സൊല്യൂഷൻ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇന്റഗ്രൽ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യുന്നു. എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യുന്നു. അതായത് sin pt എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ്. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? d square x by dt square plus 2k into dx by dt plus omega naught square x is equal to f0 sin pt. നമ്മൾ ഈ സൊല്യൂഷനിൽ എത്താൻ വേണ്ടി നമ്മളൊരു എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ ഒരു സൊല്യൂഷൻ നമ്മൾ അസ്യൂം ചെയ്യും. അതായത് ഒരു സൈനസോയിഡൽ സൊല്യൂഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പീരിയോഡിക് ഫംഗ്ഷനിൽ s is equal to a sin pt minus theta എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ആണ് നമ്മൾ അസ്യൂം ചെയ്തത്. അതായത് a sin pt എന്ന് പറയുന്ന ഒരു പീരിയോഡിക് ഫോഴ്സ് ആണ്, ഒരു സൊല്യൂഷൻ ആണ് നമ്മൾ അസ്യൂം ചെയ്തത്. p എന്ന് പറയുന്ന ആംഗുലർ ഫ്രീക്വൻസി ആണ്. ഈ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു ഫേസ് ഡിലേ വരുന്നു, അതിനാണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ s is equal to a sin pt minus theta എന്നുള്ള സൊല്യൂഷൻ ആണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക.
പി എ കോസ് ഇതിന്റെ ഡിഫറൻഷിയേറ്റ് പി എ കോസ് പി ടി മൈനസ് തീറ്റ ആണ്. ഇതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എടുക്കും. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എടുക്കുമ്പോൾ കോസിന് മൈനസ് സൈൻ ആണ്. അപ്പോൾ മൈനസ് ഇതിന് ഡി സ്ക്വയർ എ സൈൻ പി ടി മൈനസ് തീറ്റ. ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ നമ്പർ 4. ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ നമ്മൾ ഒന്നും ചെയ്തില്ല, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതി. നമ്മൾ പർട്ടിക്കുലർ ഇന്റഗ്രൽ സൊല്യൂഷൻ ആണ് നമ്മൾ ഇതിന്റെ അകത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. d square x by dt square plus 2k into dx by dt plus omega naught square is equal to f0 sin theta. s എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട് a sin pt minus theta. അതിന്റെ dx by dt എടുത്തു pa cos pt minus theta. d square x എടുത്തു minus d square a sin pt minus theta. ഈ 2 3 4 ഇക്വേഷന്റെ നമ്മൾ നമ്പർ 1ാമത്തെ ഇക്വേഷനിൽ നമ്മൾ കൊടുക്കുക. അപ്പോൾ d square x by dt square എന്ന് പറഞ്ഞാൽ d square x by dt square എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ചെയ്യാം. d square x by dt square എന്ന് പറഞ്ഞാൽ മൈനസ് p square a sin pt minus theta plus 2k into dx by dt ക്ക് പകരം pa cos pt minus theta plus omega naught square into x ന് പകരം a sin pt minus theta is equal to f0 small letter f0 sin pt. അപ്പോൾ ഇവിടെ നമുക്ക് മാത്തമാറ്റിക്കലി ആയിട്ട് കുറച്ച് പ്രോബ്ലം ഉണ്ട്. കാരണം എന്താ ഇവിടെ എല്ലാം pt മൈനസ് തീറ്റ ടേമിലാണ്. RHS നമുക്ക് എല്ലാം pt മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ മാത്തമാറ്റിക്കലി നമ്മൾ കുറച്ച് സൊല്യൂഷൻ എളുപ്പം കൊണ്ടുവരാൻ വേണ്ടി എളുപ്പം സോൾവ് ചെയ്യാൻ വേണ്ടി ഈസിലി സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തു f0 sin pt മൈനസ് തീറ്റ പ്ലസ് തീറ്റ. അതായത് sin a പ്ലസ് b യുടെ ഫോമിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ കുറച്ച് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു. f0 sin pt minus theta plus theta ആണ്. അപ്പോൾ നമുക്ക് sin a plus b യുടെ ഫോർമുല എഴുതുമ്പോൾ f0 കോമൺ ആയിട്ട് എടുക്കാം sin pt minus theta into cos theta plus cos pt minus theta into sin theta. ഇവിടെ നമ്മൾ ഒന്നും ചെയ്തില്ല, നമ്മൾ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തു. s is equal to a sin pt minus theta എന്നുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ അസ്യൂം ചെയ്തു. അതിന്റെ dx by dt എടുത്തു, d square x by dt square എടുത്തു, നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൊടുത്തു. ഇവിടെ നമ്മൾ ഒരു f0 അതായത് മാത്തമാറ്റിക്കലി ആയിട്ട് നമ്മൾ ഈസിലി നമുക്ക് കിട്ടാൻ വേണ്ടി f0 sin pt ക്ക് വരെ നമ്മൾ കൊടുത്തു pt minus theta. ഇതൊരു ഫംഗ്ഷൻ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് sin a plus b യുടെ ഫോർമുലയിലോട്ട് ആവാൻ വേണ്ടി. അതെല്ലാം നമുക്ക് എടുത്ത് ഇവിടെ ഇക്വേറ്റ് ചെയ്യാം. മൈനസ് പി സ്ക്വയർ എ സൈൻ പി ടി മൈനസ് തീറ്റ പ്ലസ് 2k pa cos pt minus theta plus omega naught square x ന് പകരം pa sin pt minus theta is equal to നമ്മൾ sin a plus b യുടെ ഫോർമുല എഴുതി f0 sin pt minus theta into cos theta plus f0 cos pt minus theta into sin theta. നമ്മൾ ഇത് ചെയ്തതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ ഈ കോഎഫിഷ്യന്റ് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത്. കാരണം നമുക്ക് ആംപ്ലിറ്റ്യൂഡും കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ആംഗിളും കിട്ടും, തീറ്റയും കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്തു വരുന്നത്. minus p square a sin pt minus theta plus 2k pa cos pt minus theta plus omega naught square sin pt minus theta is equal to f0 sin pt minus theta cos theta plus f0 cos pt minus theta into sin theta. ഇതിന്റെ കോഎഫിഷ്യന്റ് ആഡ് ചെയ്യും. ഇതിന്റെ sin pt minus theta അതേപോലെ sin pt minus theta ഇതിന്റെ കോഎഫിഷ്യന്റ് omega naught square a.
ഓക്കെ, അപ്പൊ അതിന്റെ കോഎഫിഷ്യന്റ് നമുക്ക് എടുക്കാം. ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇൻറ്റു എ sin pt minus theta plus 2k pa cos pt minus theta is equal to f0 sin pt minus theta cos theta plus f0 cos pt minus theta sin theta. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഏത് പഠിക്കുന്നതാണ് നല്ലത്. അപ്പൊ നമ്മൾ ഇതിന്റെ കോഎഫിഷ്യന്റ് ആഡ് ചെയ്യും. ഇനി ഈ sin pt minus theta കോഎഫിഷ്യന്റ് എന്താണ്? f0 cos theta. അപ്പൊ നമുക്ക് f0 cos theta എങ്ങനെ എഴുതാം? f0 cos theta എങ്ങനെ എഴുതാം? f0 cos theta നമുക്ക് എങ്ങനെ എഴുതാം? f0 cos theta നമുക്ക് എഴുതാം ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ. ഇനി അടുത്ത ഇതിന്റെ കോഎഫിഷ്യന്റ് cos pt minus theta sin theta. അത് cos ന്റെ ആണ് f0 cos pt minus theta. sin theta യുടെ കോഎഫിഷ്യന്റ് എന്ത് വരും? f0 cos pt minus theta. അപ്പോൾ f0 sin theta is equal to 2k pa. Equation number 5. Equation number 6. ഇതിനെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് കിട്ടും. ഇതിനെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് കിട്ടും. അപ്പോൾ ഇതിനെ f0 cos square theta plus f0 sin square theta cos sin square theta plus cos square theta എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ f0 square is equal to omega naught square p square into whole square a square plus 4k square p square a square. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. ആംപ്ലിറ്റ്യൂഡ് a is equal to f0 divided by root of omega naught square minus p square whole square plus 4k square p square. ഇതാണ് ഇതിനുള്ള ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്ത് sin a plus b എന്ന് പറഞ്ഞ ഒരു ഫോർമുല നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ a into sin pt minus theta, അതായത് കോഎഫിഷ്യന്റ് നമ്മൾ ആഡ് ചെയ്തു. f0 cos theta എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ into a. f0 sin theta എന്ന് പറയുന്നത് 2k pa ആണ്. അത് സ്ക്വയർ ചെയ്ത് നമ്മൾ ആഡ് ചെയ്തു. അത് a കിട്ടാൻ വേണ്ടി ആംപ്ലിറ്റ്യൂഡ് കിട്ടാൻ വേണ്ടിയാണ് ഇതിനെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്തത്. f0 square is equal to omega naught square minus b square into whole square a square plus 4k square into p square a square എന്ന് വന്നു. അപ്പോൾ നമ്മൾ ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ കിട്ടി f0 divided by root omega naught square minus b square the whole square plus 4k square p square. ഓക്കേ, ഇതിനൊന്ന് ഡിവൈഡ് 6/5 എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 6/5. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത്? sin by cos എന്ന് വരും. tan വരും അല്ലേ? tan theta is equal to 2k pa divided by omega naught square minus p square into a. cancel ആയിപ്പോയി. 2k p divided by omega naught square minus p square. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് tan theta എടുക്കാം. theta is equal to tan inverse of 2k p divided by omega naught square minus p square. അപ്പോൾ നമുക്ക് theta കിട്ടി, അതേപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ് കിട്ടി. അപ്പോൾ ഇതിന്റെ ഞാൻ ആദ്യമേ സൊല്യൂഷൻ പറഞ്ഞു. ഇതിന്റെ അകത്ത് രണ്ട് സൊല്യൂഷൻ ആണ് ഉള്ളത്. നമ്മൾ ആദ്യം അസ്യൂം ചെയ്ത സൊല്യൂഷൻ എന്താണ്? നമ്മൾ ആദ്യം അസ്യൂം ചെയ്ത ഒരു സൊല്യൂഷൻ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. s is equal to a sin pt minus theta എന്ന സൊല്യൂഷൻ നമ്മൾ കൊടുത്തായിരുന്നു. s is equal to a sin pt minus theta.
അപ്പോൾ നമുക്ക് a കിട്ടി. അപ്പോൾ s is equal to a ക്ക് പകരം f0 root of omega naught square minus p square the whole square plus 4k square p square into sin pt minus theta. This is a solution for forced harmonic oscillator. Solution s is equal to f0 divided by root omega naught square minus p square the whole square plus 4k square p square into sin into pt minus theta. This is a solution for forced harmonic oscillator. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് സൊല്യൂഷൻ ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഒന്ന് കോംപ്ലിമെന്ററി സൊല്യൂഷനും അതേപോലെ ഇന്റഗ്രൽ പർട്ടിക്കുലർ ഇന്റഗ്രൽ സൊല്യൂഷൻ. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്താൽ മാത്രമേ എന്ത് വരുന്നുള്ളൂ, ഇതിന്റെ സൊല്യൂഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അതായത് നാച്ചുറൽ ഫ്രീക്വൻസി വെച്ചിട്ടുള്ള ഓസിലേറ്ററും അതേപോലെ തന്നെ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തിട്ടുള്ള ഓസിലേഷൻ. അപ്പോൾ നമുക്ക് ഇതിന്റെ എല്ലാം കൂടെ എഴുതാം. സൊല്യൂഷൻ s is equal to a0 e raised to minus kt sin omega t plus 5 plus എന്ത് വരും f0 divided by root of omega naught square minus p square the whole square plus 4k square p square into sin pt minus theta. This is a general solution of forced harmonic oscillator. This is natural frequency വെച്ചിട്ടുള്ള സൊല്യൂഷൻ ആണ് അത് വരുന്നത്. ഇത് ഇന്റഗ്രൽ, അതായത് നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തിട്ടുള്ള സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിന്റെ അകത്ത് ഇതാണ് വാല്യുബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ. s is equal to f0 divided by root of omega naught square minus p square the whole square plus 4k square p square sin into pt minus theta. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ് നിങ്ങൾക്ക് പഠിക്കാൻ, എഴുതി തന്നെ പഠിക്കുമ്പോൾ. ഓക്കെ, താങ്ക് യു.